ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫുൾ സബ്ജക്റ്റ് നൽകുന്നുണ്ട്. മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. പ്രവർത്തനം 1, ഗണിത മാഗസിൻ. മീനുവും കൂട്ടുകാരും ഗണിത മാഗസിൻ തയ്യാറാക്കുകയാണ്. മീനു തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. വിട്ട ഭാഗം പൂരിപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എ 4050, 5050, 6050. അടുത്തത് 7050, 8050, 9050. ക്വസ്റ്റ്യന് 8500, 8000, 7500. 500 മൈനസ് ആണ് അല്ലേ. അടുത്ത എത്ര ആയിരിക്കും? 7000, 6500, 6000. അത് 2115, 2216, 2317. നെക്സ്റ്റ് 2418, 2519, 2620. ഡി 6200. നെക്സ്റ്റ് 6400, 6600. നെക്സ്റ്റ് 6800, 7000, 7200. ഈ ക്വസ്റ്റ്യന് 842, 642, 442. 200 കുറയാണ് അല്ലേ. 242. അടുത്തത് 42. പ്രവർത്തനം 2, സമയം എത്ര? അപ്പു വീട്ടിൽ നിന്നും 8:25 പുറപ്പെട്ട് 9:05 സ്കൂളിലെത്തി. ഇനി എ ക്വസ്റ്റ്യന് യാത്രക്കെടുത്ത സമയം എത്ര? അപ്പു വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് 8:25. 9 മണിയാവാൻ എത്ര മിനിറ്റ് ഉണ്ട്? 35 മിനിറ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് 60 കുറക്കണം 25 ചെയ്യാം. 35 കിട്ടുമല്ലോ. 35നോട് 9:05 5 മിനിറ്റ് പ്ലസ് ചെയ്യുക. ആൻസർ എത്ര കിട്ടും? 40. ആൻസർ 40 മിനിറ്റ്. ഈ ക്വസ്റ്റ്യന് സ്കൂളിലെത്തിയ സമയം ക്ലോക്ക് വരച്ച് ക്ലോക്കിൽ അടയാളപ്പെടുത്തുക. സ്കൂളിലെത്തിയ സമയം 9:05 ആണ് അല്ലേ. ഇതുപോലെ ക്ലോക്ക് വരച്ച് അടയാളപ്പെടുത്തണം കേട്ടോ. പ്രവർത്തനം 3, വില വിവര പട്ടിക. മീരയുടെ കയ്യിൽ 4200 രൂപയും ലീനയുടെ കയ്യിൽ 3500 രൂപയും അനുവിൻ്റെ കയ്യിൽ 3800 രൂപയും ഉണ്ട്. കൈവശമുള്ള മുഴുവൻ രൂപയും നൽകി അവർ ഓരോരുത്തരും 2 വീതം തുണിത്തരങ്ങൾ വാങ്ങി. വില വിവരപ്പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. ബെഡ്ഷീറ്റ് 3 റേറ്റ് ഉണ്ട് അല്ലേ. 2000, 1200, 1050. സാരി അതുപോലെ 3 റേറ്റ് ഉണ്ട്. 2600, 2450, 2200. ചുരിദാറും അതുപോലെ 1050ൻ്റെ ചുരിദാറുണ്ട്. 1600, 1800. ഈ ക്വസ്റ്റ്യന് ഏതൊക്കെയായിരിക്കും അവ? അവർ 3 പേരും വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാം. മീരയുടെ കയ്യിൽ 4200 രൂപ ഉണ്ട്. മീര വാങ്ങിയത് 2000 രൂപയുടെ ബെഡ്ഷീറ്റും അതുപോലെ 2200 രൂപയുടെ സാരിയുമായിരിക്കും. ഇത് രണ്ടും പ്ലസ് ചെയ്താൽ 4200 കിട്ടും. അടുത്തത് ലീനയുടെ കയ്യിൽ 3500 രൂപ ഉണ്ട് അല്ലേ. ഏതൊക്കെ തുണിത്തരങ്ങൾ വാങ്ങാം? 2450 രൂപയുടെ സാരി, 1050 രൂപയുടെ ചുരിദാർ. ഈ 2 സംഖ്യകളും പ്ലസ് ചെയ്താൽ 3500 രൂപ കിട്ടും. കണ്ടല്ലോ. നെക്സ്റ്റ് അനുവിൻ്റെ കയ്യിൽ 3800 രൂപ ഉണ്ട്. എന്തൊക്കെ വാങ്ങാം? 2000 രൂപയുടെ ബെഡ്ഷീറ്റ്, 1800 രൂപയുടെ സാരി. എത്ര കിട്ടും ടോട്ടൽ? 3800. അതിൽ ബി ക്വസ്റ്റ്യന് 3 ഓരോന്നും വീതം വാങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് എത്ര രൂപയാകും? 3 ഇനത്തിൻ്റെയും കുറഞ്ഞ റേറ്റ് നമുക്ക് പ്ലസ് ചെയ്യാം. ഏതൊക്കെയാണ്? 1050, 2200, 1050, 4300. സി ക്വസ്റ്റ്യന് 3 ഓരോന്നും വീതം വാങ്ങിയാൽ ഏറ്റവും കൂടിയത് എത്ര രൂപയാകും? ആൻസർ 6400. പ്രവർത്തനം 4, കലണ്ടർ പൂർത്തിയാക്കാം. ജനുവരി മാസത്തെ കലണ്ടർ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് 11, 26 എന്നീ സംഖ്യകൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനത്തെ ചോദ്യം തന്നിട്ടുള്ളതെങ്കിൽ മക്കൾ തന്നിട്ടുള്ള സംഖ്യയിൽ നിന്ന് മുകളിലത്തെ സംഖ്യ കാണാൻ 7 കുറക്കുക. ഇവിടെ നമുക്ക് 11 തന്നിട്ടുണ്ട്. മുകളിലത്തെ സംഖ്യ കാണാൻ 11 കുറക്കണം 7 = 4. 4 ശനി, 3 വെള്ളി, 2 വ്യാഴം, 1 ബുധൻ. 1-ാം തീയതി ബുധനാഴ്ചയാണ്. ഇനി ഇതുപോലെ കലണ്ടർ ഒന്ന് പൂർത്തിയാക്കി നോക്കൂ. ജനുവരി മാസം എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങൾ അല്ലേ.
മക്കൾ പഠിച്ചു വെക്കണം. 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ 30 ദിവസങ്ങളുള്ള മാസങ്ങൾ. 29 ദിവസങ്ങളുള്ള ഒരു മാസമുണ്ട്, ഏതാണ്? ഫെബ്രുവരിയാണ്. അതിവർഷങ്ങളിലാണ് ഫെബ്രുവരി 29 ദിവസം ഉണ്ടാവുക. അതിവർഷം എന്നാൽ 4 വർഷം കൂടുമ്പോഴാണ് അതിവർഷം, ലീപ്പ് ഇയർ ഉണ്ടാവുക കേട്ടോ. ഇവിടെ ചോദ്യം തന്നിരിക്കുന്ന കലണ്ടർ പൂർത്തിയാക്കുക, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബി, 2023 ജനുവരി മാസം എത്ര ശനിയാഴ്ചകളുണ്ട്? ഇങ്ങനെ ചോദ്യം വന്നാൽ മക്കൾ 2024 കലണ്ടർ മൊത്തം ചെയ്യുമോ? വേണ്ട അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കലണ്ടർ ട്രിക്സ് പഠിച്ചിട്ടുള്ളത്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകുക, മക്കളത് പോയി കാണണം. മക്കൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. എല്ലാ വർഷവും 1-ാം തീയതിയും ജനുവരി 1-ഉം ഡിസംബർ 31-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. എന്നാൽ അതിവർഷങ്ങളിൽ ജനുവരി 1-ഉം ഡിസംബർ 31-ഉം ഒരേ ദിവസം ആവില്ല. ജനുവരി 1 ഏത് ദിവസമാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. നമുക്കിവിടെ കലണ്ടർ നൽകിയിട്ടുള്ളത് 2025 ജനുവരി മാസമാണ് അല്ലേ. ജനുവരി 1 ബുധനാണ്. 2024 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ചൊവ്വയായിരിക്കും അല്ലേ. അപ്പോൾ 2024 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? നേരത്തെ പറഞ്ഞു, എല്ലാ വർഷവും ജനുവരി 1-ഉം ഡിസംബർ 31-ഉം ഒരേ ദിവസമായിരിക്കും. എന്നാൽ അതിവർഷങ്ങളിൽ തൊട്ടടുത്ത ദിവസമായിരിക്കും. 2024 അതിവർഷമാണ്. 2024 ഡിസംബർ 31 ചൊവ്വയാണ്. ജനുവരി 1 തിങ്കളായിരിക്കും. അതായത് ജനുവരി 1 ഏത് ദിവസമാണോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. നമ്മൾ പിന്നിക്കാണ് കേട്ടോ പോണത്. 2023 കലണ്ടറാണ് കാണുന്നത്, അത് ശ്രദ്ധിക്കണം. 2024 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2023 ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ഞായർ. 2023 ഡിസംബർ 31 ഞായറാണെങ്കിൽ ജനുവരി 1 ഞായറായിരിക്കും. 2023 അതിവർഷമല്ല. ജനുവരി 1-ഉം ഡിസംബർ 31-ഉം ഒരേ ദിവസമായിരിക്കും. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, അത് വെച്ചിട്ടൊരു ക്ലാസ് നൽകാം. 2023 ജനുവരി 1 ഞായർ കണ്ടല്ലോ. തന്നിട്ടുള്ള ചോദ്യം ജനുവരി മാസം എത്ര ശനിയാഴ്ചകളുണ്ട് എന്നാണ്. ഇനി ഇതും കൂടി മക്കളൊന്ന് നോട്ട് ചെയ്യണം. 31 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 1, 2, 3 തീയതികൾ 5 ദിവസങ്ങളുണ്ടായിരിക്കും. 30 ദിവസങ്ങളുള്ള മാസങ്ങളിൽ 1, 2 തീയതികൾ 5 ദിവസങ്ങളുണ്ടായിരിക്കും. 29 ദിവസങ്ങളുള്ള മാസങ്ങളിൽ, അതായത് 4 വർഷം കൂടുമ്പോൾ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 ദിവസം ഉണ്ടാവുമല്ലോ, ആ ദിവസങ്ങളിൽ 1-ാം തീയതി 5 ദിവസങ്ങളുണ്ടായിരിക്കും. 2023 ജനുവരി 1 ഞായറാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ 1, 2, 3 തീയതികൾ 5 ദിവസങ്ങളുണ്ടായിരിക്കും. അല്ലാത്ത ദിവസങ്ങളൊക്കെ 4 ദിവസങ്ങളായിരിക്കും. അപ്പോൾ ശനിയാഴ്ച 4 ദിവസം. ആൻസർ ശനി, 4 ശനിയാഴ്ചകൾ. ഈ സി ക്വസ്റ്റ്യന് 2023 ജനുവരി മാസം 5 പ്രാവശ്യം വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഏതെല്ലാമാണ് നമ്മൾ പറഞ്ഞു? 1 ഞായർ, 2 തിങ്കൾ, 3 ചൊവ്വ. ഞായർ, തിങ്കൾ, ചൊവ്വ. സംശയം ഉണ്ടെങ്കിൽ മക്കൾക്ക് കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഈ കലണ്ടർ ട്രിക്സ് മക്കൾ എന്തായാലും പഠിച്ചു വെക്കണം. മക്കൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നൊരു ഭാഗമാണ് കലണ്ടർ. ഇനി ഡി, 2023 ഫെബ്രുവരി 3 ഏത് ദിവസമാണ്? എല്ലാ മാസങ്ങളിലും 1-ാം തീയതിയും 29-ാം തീയതിയും ഒരുപോലെയായിരിക്കും. 2-ാം തീയതിയും 30-ാം തീയതിയും ഒരുപോലെയായിരിക്കും. 3-ാം തീയതിയും 31-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. 3-ാം തീയതി ചൊവ്വയാണ്. 31-ഉം ചൊവ്വയായിരിക്കും. ഫെബ്രുവരി 1 ബുധൻ, 2 വ്യാഴം, 3 വെള്ളി. ആൻസർ വെള്ളിയാഴ്ച. LSSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണണം. മാത്സിനൊക്കെ സിമ്പിളായിട്ടുള്ള, 1 വേർഡിനൊക്കെ സിമ്പിളായിട്ടുള്ള ട്രിക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിയകൾ കൂടുതൽ ചെയ്യണ്ട കേട്ടോ. അതൊക്കെ കണ്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. എല്ലാവരും ഇതുപോലെ ലൈക്ക് ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ക്ലാസ്സിൻ്റെ ലിങ്ക് വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.